പി വി അൻവർ ഇനി സഖാവ് പി വി അൻവർ അല്ല. ചുരുങ്ങിയ പക്ഷം പാർട്ടിയുടെ ബന്ധത്തിലെങ്കിലും പി വി അൻവർ നിജമോ പൊയ്യോ എന്നാണ് ചോദ്യം. അതിഥികളായത് മുഖപ്പം കോൺഗ്രസ് പ്രതിനിധി അനിലക്കര, CPM പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒപ്പം BJP പ്രതിനിധി ജയസൂര്യൻ എന്നിവരുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് കൂടി പോകുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അതിഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിനോടൊപ്പം എനിക്കൊരു ചെറിയ ചോദ്യമുള്ളത്, ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു ഭാഗം കണ്ടു. അത് പി ശശിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ്. പി ശശിയെക്കുറിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പാർട്ടിയുടെ അന്വേഷണത്തിലിരിക്കുന്ന പി ശശിയുടെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു ക്ലീൻ ചിറ്റ് പാർട്ടിയുടെ അന്വേഷണം തീരും മുമ്പ് കൊടുത്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതിനെന്താണ് പാർട്ടി സെക്രട്ടറി നൽകിയ മറുപടി? ഇതാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അതായത് മുഖ്യമന്ത്രി പാർട്ടിയെയും പാർട്ടി സെക്രട്ടറിയെയും നിശബ്ദനാക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറിക്ക് മുൻപേ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുന്നു. ഈ അർത്ഥത്തിൽ ഒരു പിണറായിസം CPM-ൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു, കൂച്ചുവിലങ്ങിടുന്നു. എല്ലാം പിണറായിക്ക് വേണ്ടിയും റിയാസിന് വേണ്ടിയുമാണെന്ന് പറയുന്നു. റിയാസിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ കളിയിൽ റിയാസ് ഇല്ല, പക്ഷേ പി ശശി ഉണ്ട്. പി ശശിക്കെതിരെയുള്ള അന്വേഷണം പാർട്ടിയിലുണ്ട്. പക്ഷേ ആ അന്വേഷണം തീരും മുൻപ് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഒന്ന്, ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി പ്രതിപക്ഷം 3.25 കൊല്ലമായി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അൻവർ ഉന്നയിച്ചതെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പറഞ്ഞു. അൻവറിൻ്റെ പുതുതായിട്ടൊന്നുമില്ല. സതീശനും ചെന്നിത്തലയും പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അൻവർ വീണ്ടും അവരുടെ കോളാമ്പിയായി മാറിയെന്നല്ലാണ്ട് വേറെ പുതുതൊന്നുമില്ല. ഇനി കേരളത്തിലെ LDF സർക്കാരിനെതിരായിട്ട് പറയുന്ന ഈ നുണ കഥകളുണ്ടല്ലോ, അഴിമതി കഥകൾ, അതിൽ നിന്നും LDF സർക്കാർ പുറത്തു വന്ന് വിജയശ്രീലാളിതരായത് കോടതി വഴിയാണ്. ഫോണിൽ എന്തായിരുന്നു ഹൈക്കോടതി വിധി? രമേശ് ചെന്നിത്തലയുടെ ചെവിട്ടത്തിന് അടി കിട്ടിയോ? സതീശൻ്റെ ചെവിട്ടത്തിനിട്ട് പെരുക്കിയോ കോടതി? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BHEL ടെൻഡർ എടുത്ത് നടപ്പാക്കുന്ന റെയിൽടെൽ ടെൻഡർ എടുത്ത് നടപ്പാക്കുന്ന അതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് ഓടിയിട്ട് സതീശനെ മാലയിട്ട് സ്വീകരിച്ചോ ഹൈക്കോടതി? പിണറായി വിജയൻ്റെ മകള് അല്ലെ പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായി അച്ഛൻ പിണറായി വിജയൻ്റെ വീട്ടിലെ പെട്ടി സതീശ എവിടെയാ പെട്ടി? സതീശ കോടതി പറഞ്ഞോ? സതീശൻ പറയുന്നത് കേരള ഹൈക്കോടതിയെ പിണറായി വിജയൻ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ഒരു കൂടിക്കാഴ്ചയുടെയും ഭാഗമായിട്ടല്ല, കോടതിയിൽ കേസ് നടത്തി ജയിച്ചാൽ ഞങ്ങൾ. രണ്ടാമത്, ക്യാമറയിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞു. 3 തവണയായിട്ട് 9 മാസമായിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെൽട്രോൺ ടെൻഡർ കൊടുത്ത കമ്പനിക്ക്. സതീശൻ്റെ ഒരു കുത്തിത്തിരിപ്പും ആ കേസിൽ നടന്നില്ല. ഇനി കുഴൽനാടൻ്റെ കേസിലെ സാഹചര്യം എന്താണ്? എക്സാലോജിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുരുക്കി പോവുമോ? മൂവാറ്റുപുഴ കോടതിയിലെ കേസിലെ വിധി അവിടെ കിടക്കട്ടെ. തിരുവനന്തപുരം കോടതിയിലെ കേസ് ഞങ്ങൾ RSSൻ്റെ ഏതെങ്കിലും ആളുകളുമായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടാണോ കുഴൽനാടൻ കേസിൽ വിധി വന്നത്? ഒരു കീറ്റക്കടലാസില്ലല്ലോ പിണറായി വിജയനെ അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യാൻ. എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വർണ്ണം കള്ളക്കടത്ത് നടത്തി. അത് എവിടേക്കാണ്? അത് കോൺസുലേറ്റ് അഡ്രസ്സിലാണ്. അരുൺകുമാറിൻ്റെ വിലാസത്തിലേക്കൊരു സാധനം വന്നാൽ അരുൺകുമാറാണ് വിലാസക്കാരൻ. വിലാസക്കാരനായ അരുൺകുമാർ അത് ക്ലെയിം ചെയ്താൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം. കോൺസുലേറ്റ് ജനറലിനാണ് ഉത്തരവാദിത്വം. കോൺസുലേറ്റ് ജനറൽ പ്രതിയല്ല, അയച്ച ഫൈസൽ ഫരീദ് പ്രതിയല്ല. അവർക്കാർക്കും ഉത്തരവാദിത്വമില്ല. പിണറായി വിജയൻ ചുമന്നോണം. NIA കേസിലെ ആ കുറ്റപത്രം ഒന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കുക. അനിലക്കരെന്ന് കേൾക്ക്. എന്താ അനിലക്കരെ? കള്ളക്കടത്തിനെ കുറിച്ച് ശിവശങ്കരനോട് പോലും വിവരം വെളിപ്പെടുത്തിയിട്ടില്ല സ്വപ്ന എന്നല്ലേ NIA കണ്ടെത്തിയത്. ക്യാമറയുടെ കാര്യത്തിൽ കേസ് ക്ലോസ് ആയിട്ടില്ലേ? ക്ലോസ് ചെയ്യേണ്ട, കാശ് കൊടുപ്പിക്കുന്നുണ്ടോ? വേണ്ട, ഞങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ. ഞാൻ ക്ലോസ് ആയില്ലെന്ന് പറഞ്ഞല്ലോ. 3 തവണയായിട്ട് 9 മാസമായിട്ട് പൈസ കൊടുക്കാൻ ഇടക്കാല ഉത്തരവ്. പ്രാഥമികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാൻ പറയുമോ? ടെൻഡർ പ്രകാരം കൊടുക്കേണ്ട കാശ് സർക്കാർ കൊടുത്തോളാം ഉത്തരവിട്ടിരിക്കുക. എന്നാൽ പെട്ടെന്ന് ആ കേസൊന്ന് കേൾക്കാൻ സതീശനോട് ഞാൻ അപേക്ഷിക്കുക. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അപേക്ഷിക്കുന്നു. സതീശ അടിയന്തരമായി കോടതിയിൽ പോയി ആ ക്യാമറ കേസൊന്ന് ഉടനെ കേൾപ്പിക്കണേ. ഞങ്ങളെ ഒന്ന് ഉടലോടെ അങ്ങോട്ട് കൈകാര്യം ചെയ്യണേ. പിന്നെ ഇപ്പോൾ AC മൊയ്തീൻ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചത് ഇവർ ഈ പറയുന്ന ദത്താത്രേയ ഹോസ്പിറ്റലിലെ കണ്ടിട്ടാണ്. ആ സുപ്രീം കോടതിയിലേക്ക് നിങ്ങൾ ചെല്ലപ്പാ. ഇതുവരെ ഒരു കോടതിയിൽ നിങ്ങളുടെ യെദ്യൂരപ്പയ്ക്കിട്ട് കിട്ടിയല്ലോ പണി.
രാജിവെക്കണോ യെദ്യൂരപ്പ? അല്ല, ലാവലിൻ കേസ് ഭൂമി കുംഭകോണം ബി.ജെ.പിയും കോൺഗ്രസും കൂടെ ഭരണത്തിലെടുത്ത് കുംഭകോണം. അത് പിണറായി വിജയന്റെ, അത് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ, സിദ്ധരാമയ്യയെ കുറിച്ചല്ലേ? യെദ്യൂരപ്പയല്ല, സിദ്ധരാമയ്യ. യെദ്യൂരപ്പയുണ്ടല്ലോ, സിദ്ധരാമയ്യ ഉണ്ടല്ലോ, രണ്ടു കൂട്ടരൂടെയാണ്. അതെ അതെ, യെദ്യൂരപ്പയും ഉണ്ട്, സിദ്ധരാമയ്യ ഉണ്ട്. ബി.ജെ.പി സർക്കാരിന്റെ കാലത്താണ് കൂട്ടുകച്ചവടമായിരുന്നു. ഈ കൂട്ടുകച്ചവടം കർണാടകത്തിലാണ്, കേരളത്തിലില്ല. പിന്നെ എക്സാലോജിക്കെന്ന് കേട്ട ഉടനെ ഞങ്ങൾ ചുരുക്കില്ല കേട്ടോ. അവിടെ ഉമ്മൻചാണ്ടിയുടെ കള്ളപ്പണം കിടപ്പുണ്ടേ. ഉമ്മൻചാണ്ടി വാങ്ങിച്ച കള്ളപ്പണം നികുതി അടച്ച് മാപ്പാക്കി കൊടുത്തു കേന്ദ്രം. ഒത്തീർപ്പല്ലേ? ADGP അജിത് കുമാർ KC വേണുഗോപാലിന്റെ പോക്കറ്റിൽ കയറിയിട്ട് സോളാർ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തു. അൻവർ പറയുന്നു. CPM പറഞ്ഞിട്ടാ ആ ബലാത്സംഗ കേസുകളെല്ലാം കൂടെ അങ്ങ് തീർപ്പാക്കി കൊടുത്തത്, ADGP സഹായിച്ചു കൊടുത്തത്. ആരെ സഹായിക്കാനാണ്? പരാതിക്കാരിയുടെ ടെലിഫോൺ ലിസ്റ്റിൽ ADGP കുമാറിന്റെ നമ്പർ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ആരോപണം. സുപ്രീം കോടതിയിൽ എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് നേരിട്ട് വരുമോ? ശരി, ഇനി എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് നേരിട്ട് വരുമോ അനിൽകുമാർ? ഈ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം നടക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കൊടുത്തത് ശരിയോ? ചോദ്യത്തിലേക്ക് വരാം. ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവറിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് പറയാനുള്ളത് വന്ന് എഴുതി തരാൻ പറഞ്ഞു. അൻവർ എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത പരാതിയിൽ പി ശശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തിനാണ് ശശിയുടെ പേര് ഒഴിവാക്കിയത്? അത് അൻവർ ഒന്ന് പറഞ്ഞുതരാദ്യം. പി ശശിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആദ്യ പരാതിയിൽ എഴുതി കൊടുത്താൽ ആ പരാതി നേരെ DGPക്ക് ചെല്ലും. പി ശശിയെക്കുറിച്ചും കേരള സർക്കാർ അന്വേഷിക്കും. സംശയം എന്താണ്? DGP പി ശശിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ആർക്കാ തർക്കം ഇവിടെ? എന്താ എഴുതി കൊടുക്കാഞ്ഞത്? രണ്ടാമത്, തിരുവനന്തപുരത്ത് വണ്ടി പിടിച്ചു വന്ന് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞും പത്രക്കാരോട് വർത്തമാനം പറഞ്ഞു. ആ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ പി ശശിക്കെതിരായി ഒരൊന്നും എഴുതിയിട്ടില്ല. അവസാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനം വിശദീകരിക്കുമ്പോൾ പി ശശിക്കെതിരായി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കടലാസ് കൊണ്ട് എഴുതി കൊടുക്കുന്നത്. അപ്പം അൻവറിന് പോലും ബോധ്യമില്ലാത്ത കാര്യം പിന്നീട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും. പക്ഷേ ആ പാർട്ടി പ്രവർത്തിക്കുന്ന ആളെ കുറിച്ചുള്ള ബോധ്യം മുഖ്യമന്ത്രിക്ക് പറയാൻ അവകാശമുണ്ട്. ഇല്ലില്ല, അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബോധ്യം പറയും. അതിന് വ്യത്യസ്തമായി പാർട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ബോധ്യം പറയും. അതെങ്ങനെയാണ് ശരിയാവുക? പോളിറ്റ് ബ്യൂറോ അംഗം ഒരു നിലപാടെടുത്താൽ പിന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് മറ്റൊരു നിലപാടെടുക്കുക സാധ്യമാണോ അനിൽകുമാർ? പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്താൽ ആ അന്വേഷണം കഴിഞ്ഞില്ലേ? CPM-ന്റെ പ്രത്യേകത അതാണ്. ദയവായി മനസ്സിലാക്കൂ. എൻ്റെ ആഫീസിൽ ഒരാൾ ജോലി ചെയ്യുന്നു. ആ ആൾ എങ്ങനെ ജോലി ചെയ്യുന്നുള്ള എൻ്റെ ബോധ്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അൻവർ അല്ല ഈ ലോകത്തെ ആരും പാർട്ടിക്ക് എഴുതി തരൂ. നിങ്ങൾ എഴുതി തന്നാൽ അതിന് വസ്തുതയുണ്ടെങ്കിൽ നിങ്ങളോട് സംവദിക്കാൻ ഞങ്ങൾ തയ്യാർ. ഞങ്ങളുടെ പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കീഴ്പ്പെടുന്ന പാർട്ടിയല്ല. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ മറ്റതിലേക്ക് പോകേണ്ടതുണ്ട്. നോക്കൂ, നിലവിലെ ADGP MR അജിത്കുമാർ അനധികൃതമായ സ്വത്ത് സമ്പാദനം നേടുന്നു. 65 ലക്ഷം രൂപ രൊക്കം പണമായിട്ട് കറൻസി ആയിട്ട് കൊടുത്തു എന്നാണ് രേഖയിൽ പറയുന്നതെന്ന് PV അൻവർ പറയുന്നു. നടപടിയില്ല. നടപടി വേണ്ടേ? വിജിലൻസ് അന്വേഷണം പ്രാഥമികമായി നേരിടുന്നു. ഇപ്പോഴും അതേ ചുമതലയിൽ തുടരുന്നു. ഇതേ മനുഷ്യൻ SIT അന്വേഷണം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കലടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്നു. ക്രമസമാധാന ചുമതലയിൽ അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നു. അതിനകത്തൊരു നൈതികതയുടെ പ്രശ്നമില്ലേ? ധാർമ്മികതയുടെ പ്രശ്നമില്ലേ അനിൽകുമാർ? അവിടെയാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെക്കാൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഹവാല പണം പിടിച്ചു, ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചു. അൻവർ ആവശ്യപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസുകാർ പിടിക്കാതെ പുറത്തേക്ക് വിടുന്ന സ്വർണം പോലീസ് പിടിച്ചാൽ കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കുന്ന പണി പോലീസ് ചെയ്താൽ മതി. വേറെ ഒരു പണിയും പോലീസ് ചെയ്യണ്ട. ഇപ്പോഴല്ലേ ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷമല്ലേ നിയമം കർശനമായി നിൽക്കുമ്പോൾ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. എനിക്കൊന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകണം. അനിലക്കര, നമുക്ക് 1 മിനിറ്റ് സമയമേ പരിധിയുള്ളൂ. ചുരുങ്ങിയ വാക്കുകളിൽ അനിൽ. ഭാരതീയ ന്യായ സംഹിത 111. അതെ ഇപ്പോഴാണ് ഇതുവരെ ഉള്ളതിനകത്ത് 102 പറ്റൂ. CRPC അനിലക്കര. മാർക്സിസ്റ്റ് പാർട്ടിയെ വിജയരാഘവൻ പറഞ്ഞ പോലെ ചിതലരിച്ചിരിക്കുകയാണ്. അത് ഈ കൊള്ളമുതൽ പങ്കുവെക്കുന്ന വിഷയത്തിലാണെങ്കിലും MM ലോറൻസിന്റെ ശവോടൊപ്പ് വിഷയത്തിലാണെങ്കിലും ഒക്കെ ഈ പാർട്ടി അടിമുടി തകർന്നു. ചിതലരിച്ച പാർട്ടിയാണ്. BJPയും RSSുമായി ഇവരുടെ കട്ട മുതൽ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരണയുമായി ഇവർ പോവുകയാണ്.
അത് ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ല, അൻവറിനെ ഏറ്റുപിടിച്ച് പറയുന്നതല്ല, ഞങ്ങൾ കുറെ കാലമായി പറയുന്നതാണ്. എല്ലാ കാലത്തും ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇപ്പൊ ഈ ലോകസഭയിൽ ഇവർ പരാജയപ്പെട്ടല്ലോ, അന്ന് ശബരിമല വിവാദമില്ലല്ലോ. അപ്പൊ ഇത് ഇവർക്കെതിരായ ജനവിധിയാണ്. ഇനി വരാനിരിക്കുന്ന പാലക്കാടും ചേലക്കരയും വയനാടും 3 ഉപതെരഞ്ഞെടുപ്പുകൾ. ആ ഉപതെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരായിട്ടുള്ള ഈ BJP RS ബാന്ധവത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം കേരള ജനതയുടെ ഭാഗത്തുണ്ടാകും. ഇതേപോലെ പാർട്ടിയിൽ കലഹമുണ്ടാക്കി മുന്നണിയിൽ നിന്ന് പുറത്തുപോയ ഒരാളെ പിന്നീട് BJP സഖ്യകക്ഷിയായിട്ട് കൂട്ടി അങ്ങ് പൂഞ്ഞാറിൽ. ജനപക്ഷം എന്നായിരുന്നു പാർട്ടിയുടെ പേര്. മലപ്പുറത്ത് അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ? ജയസൂര്യൻ, അങ്ങനെയല്ല PC ജോർജ് പുറത്തു പോയത്. PV അൻവറിന്റെ രീതിയിലല്ല. PV അൻവർ കൂടെ കിടന്നയാളാണ്, പാർട്ടിയുടെ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം കൂടെ കിടന്നപ്പോൾ രാപ്പനി മനസ്സിലായപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. കാരണം അദ്ദേഹം കൂടെയുള്ളയാളാണ്. ശരി, നന്ദി ശ്രീ ജയസൂര്യൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് അനിൽകുമാർ, ശ്രീ അനിലക്കര ചർച്ചയിൽ ചേർന്നത്. Debate with Arun Kumar.